നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 591st day. Today 28th sloka of Prathama Skanda 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 591 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷിച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂതേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഇപ്രകാരമാണ്. ഏതേ ച, ഇവയെല്ലാം. ച എന്ന് പറഞ്ഞാൽ എല്ലാം. ഏതേ ച പുംസ, പുരുഷൻ്റെ അംശകല, അംശങ്ങളാകുന്നു. കൃഷ്ണ തു, കൃഷ്ണൻ ആകട്ടെ. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ. കൃഷ്ണ തു സ്വയം ഭഗവാൻ, സ്വയം ഭഗവാൻ തന്നെ. യുഗേ യുഗേ, യുഗം തോറും. ഇന്ദ്രാരി വ്യാകുലം, ഇന്ദ്രശത്രുക്കളാൽ വ്യാകുലമായ ലോകം, ലോകത്തെ, ലോകം എന്ന് സംസ്കൃതത്തിൽ പറയും, ലോകത്തെ മൃഡയന്തി രക്ഷിക്കുന്നു. നേരത്തെ 10-22 അവതാരങ്ങൾ പറഞ്ഞു. അതിൽ ശ്രീകൃഷ്ണാവതാരവുമുണ്ട്. എങ്കിലും ഈ മുന്നത്തിലെ ശ്ലോകങ്ങളിൽ പറഞ്ഞതൊക്കെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളാകുന്നു. ഇവയെല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ, ഈശ്വരൻ്റെ അംശങ്ങളും അംശാംശങ്ങളും ആകുന്നു. എന്നാൽ ശ്രീകൃഷ്ണനാകട്ടെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ എല്ലാ അവതാരങ്ങളും ദേവേന്ദ്രൻ്റെ ശത്രുക്കളായ അസുരന്മാരെയും അവരുടെ അംശഭൂതന്മാരായ ദുഷ്ടരാജാക്കന്മാർ ലോകക്ഷേമത്തെ നശിപ്പിക്കുമ്പോൾ അവരെ കീഴടക്കി ലോകത്തെ സംരക്ഷിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതരിക്കുന്നതാണ്. അതിൽ ശ്രീകൃഷ്ണാവതാരം ഏറ്റവും പ്രധാനമാണ്. ലോകം എപ്പോഴൊക്കെയാണോ ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ കഷ്ടം കൊണ്ട് ഭൂമിദേവിയുടെ ഭാരം വളരെ വർദ്ധിക്കുന്നത്, ദുഃഖം കൊണ്ട് കുഴങ്ങിയ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ അപ്പോഴപ്പോൾ യുഗായുഗം, എല്ലാ യുഗം തോറും, ഓരോ യുഗത്തിലും ഓരോ സമയത്തിലും ഒരു സംരക്ഷകൻ്റെ രൂപമെടുത്ത് ഭൂമിയെ രക്ഷിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ചിലപ്പോൾ ഉപദേശങ്ങൾ കൊണ്ടായിരിക്കാം. സനാതനധർമ്മം നശിക്കുവാൻ ഉള്ള ആ കഷ്ടം വന്നപ്പോൾ ജനങ്ങൾ ധർമ്മത്തെക്കുറിച്ച് ഒട്ടും അറിയാതെ ധർമ്മം നശിച്ചു പോകും എന്നുള്ള സമയത്ത് ഭഗവാൻ ശ്രീ ശങ്കരനായിട്ട് അവതരിച്ച്, ആദിശങ്കരൻ ഭഗവാനായിട്ട് അവതരിച്ച് ഈ ഉപദേശങ്ങൾ കൊണ്ടും മറ്റുള്ള ധർമ്മങ്ങൾ കൊണ്ടും ലോകത്തെ രക്ഷിച്ചു. ഇപ്രകാരം ഓരോ യുഗത്തിലും ഓരോ സമയത്തിലും ഭൂമി വളരെയധികം, ഭൂമിയിലുള്ള സജ്ജനങ്ങൾ വിഷമിക്കുമ്പോൾ ഭഗവാൻ ഓരോ രൂപമെടുത്ത് വരും. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ ഭഗവാൻ തന്നെയാകുന്നു, ഭഗവാന്റെ പൂർണ്ണാവതാരമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.